ആടുത്രയ്ക്കായി മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ ആ കാത്തിരിപ്പ് വെറുതെയായില്ല. പാപ്പനും പിള്ളേരും പൊട്ടിച്ചിരിപ്പിച്ചു എന്ന് പ്രേക്ഷകർ പറയുന്നു. മികച്ച പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും ആടുത്രയ്ക്ക് ലഭിക്കുന്നത്. തമാശകളിലൂടെ തുടങ്ങി വിന്റേജ് ട്രാക്കിലേക്ക് കഥ മാറ്റുന്ന ഈ ചിത്രത്തിൽ പ്രേക്ഷകർക്ക് വലിയ സർപ്രൈസുകളും സംവിധായകൻ ഒരുക്കിയിട്ടുണ്ട്. പാപ്പനും പിള്ളേരും വീണ്ടും തരംഗമാകുന്നു. ആടുത്രി ആദ്യ ഷോകൾക്ക് ആവേശകരമായ പ്രതികരണം. ചിരിപ്പിച്ച് ഷാജി പാപ്പനും സംഘവും. പ്രേക്ഷകർക്ക് ഫുൾ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ചിത്രം. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പടം തീപ്പൊരി ഐറ്റം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഷാജി പാപ്പനും പിള്ളേരുടെയും അഴിഞ്ഞാട്ടം. നല്ല ചിരിക്കാനുള്ള പടം. ഫുള്ളി എന്റർടൈൻമെന്റ്. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ജനപ്രിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നായ ആട് പരമ്പരയിലെ 3ാം ഭാഗമാണ് ആടുത്രി. റിലീസിന് മുമ്പ് തന്നെ 3 കോടിക്ക് മുകളിലാണ് ബിസിനസ് ഈ ചിത്രം സ്വന്തമാക്കിയത്. വലിയ മുതൽ മുടക്കിലും താരസമ്പന്നതയിലും ഒരുക്കുന്ന സിനിമയായിട്ട് തന്നെയാണ് ആടുത്രി പാർട്ട് 1 ലാസ്റ്റ് റൈഡ് എന്ന ചിത്രം എത്തിയിരിക്കുന്നത്. തമാശ നിറഞ്ഞ മുഹൂർത്തങ്ങൾക്കൊപ്പം ഫാന്റസിയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. 2015 ആടൊരു ഭീകരജീവിയാണെന്ന ചിത്രം ആദ്യമായി തിയേറ്ററുകളിലെത്തിയത്. അന്ന് ചിത്രം വിജയിച്ചില്ലെങ്കിലും പിന്നീട് ടെലിവിഷൻ VCD കാഴ്ചകളിൽ വൻ ജനപ്രീതി നേടി. ആദ്യ ഭാഗത്തിന് നേടാനാവാതെ പോയ വിജയം 2017 പുറത്തിറങ്ങിയ 2ാം ഭാഗം നേടിയെടുത്തു. ഇപ്പോഴിതാ 9 വർഷത്തിന് ശേഷം ചിത്രത്തിന്റെ 3ാം ഭാഗവും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. വലിയ ഹൈപ്പോടെ എത്തുന്ന ചിത്രങ്ങളുടെ ആദ്യ പ്രതികരണങ്ങൾക്കായി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കാറ്. സിനിമാ ലോകവും ഈ ആകാംക്ഷ കൈവിടാറില്ല. അമിത പ്രതീക്ഷ വിനയാവുമോ എന്തായിരിക്കും ഇവരുടെയെല്ലാം കണക്കുകൂട്ടൽ. എന്നാൽ ഷാജി പാപ്പന്റെയും കൂട്ടരുടെയും 3ാം വരവ്, അത് 9 വർഷങ്ങൾക്കിപ്പുറം ആ വരവ് ആശങ്ക മറികടന്ന് വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ഈ ഫ്രാഞ്ചൈസിയെ ജനം എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നതിന് തെളിവ് തന്നെയാണ് ആദ്യ ഷോകൾക്കിപ്പുറം കേരളത്തിലെ സിനിമാ പ്രേമികൾ നൽകുന്ന പ്രതികരണങ്ങൾ. ആദ്യ 2 ഭാഗങ്ങളിൽ നിന്ന് ചിത്രത്തിനുള്ള പ്രധാന വ്യത്യാസം പല സ്ഥലകാലങ്ങളിൽ കഥ പറയുന്നു എന്നു തന്നെയാണ്. അതേസമയം ഫ്രാഞ്ചൈസിയിലെ അതേ കഥാപാത്രങ്ങളെയാണ് ഈ വ്യത്യസ്ത കാലങ്ങളിൽ സംവിധായകൻ എത്തിക്കുന്നതെന്നും മറ്റൊരു പ്രത്യേകതയുണ്ട്. കണ്ടുപരിചയമുള്ള കഥാപാത്രങ്ങളായതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഇൻട്രോ സീനുകൾക്ക് തിയേറ്ററുകളിൽ കയ്യടിയുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും അധികം കയ്യടികൾ ലഭിക്കുന്നത് ധർമ്മജന്റെ കഥാപാത്രത്തിന് തന്നെയാണ്. കോമഡികളിൽ പലതും തിയേറ്ററിൽ പൊട്ടിച്ചിരി നിറച്ചു. ഷാൻ റഹ്മാൻ നൽകിയിട്ടുള്ള പശ്ചാത്തല സംഗീതത്തിനും കയ്യടി ലഭിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ഫൈനൽ ആക്ടിനും സിനിമാ പ്രേമികൾ മികച്ച സ്കോറാണ് നൽകുന്നത്. ആദ്യ ഷോകൾക്കിപ്പുറം ലഭിക്കുന്ന അഭിപ്രായങ്ങൾ അടുത്ത ഷോകൾക്കും തുടർന്നാൽ ഈ വർഷം മലയാളത്തിലെ ആദ്യ പണം വാരി പടമായി ചിത്രം മാറുമെന്ന് ഉറപ്പാണ്. അതായത് 100 കോടി ഉറപ്പിക്കാമെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. ആടൊരു ഭീകരജീവിയാണ് ആട് 2 എന്നിവയിലെ കഥാപാത്രങ്ങൾ ആട് 3യിലും എത്തുന്നുണ്ട്. ആട് 3 പാർട്ട് 1 ലാസ്റ്റ് റൈഡ് എന്ന ടൈറ്റിൽ ടാഗ്ലൈനിലൂടെ ചിത്രത്തിന്റെ അവസാന ഭാഗത്തിന് ഇനി ഒരു ഭാഗം കൂടി ഉണ്ടാകുമെന്ന ഉറപ്പും അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നു. ഭൂതം, ഭാവി, വർത്തമാനം എന്നിങ്ങനെ 3 കാലങ്ങളിലൂടെയാണ് ഈ ചിത്രം സഞ്ചരിക്കുന്നത്. മുഴുനീള കോമഡി തന്നെയാണ് ചിത്രത്തിന്റെ ആകർഷണം. ഇത് 100 കോടി പടമെന്ന് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.